ഖുർആനിലെ ഏറ്റവും വികാരഭരിതവും ചിന്തോദ്ദീപകവുമായ ചരിത്രങ്ങളിലൊന്നാണ് സ്വാലിഹ് നബിയുടെയും സമൂദ് ഗോത്രത്തിൻ്റെയും കഥ. ആ കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഖുർആനിൽ നിന്നുള്ള ഒരു കഥയാണിത്. മരണം നമ്മെ ഒരിക്കലും തൊടില്ല. ഈ മതിലുകളിലേക്ക് നോക്കൂ. ഈ കൂറ്റൻ പാറകൾ ശാശ്വതമാണ്. നാം ഒരിക്കലും മരണപ്പെടുകയില്ല. അവർ സ്വയം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വന്തം അനുഗ്രഹങ്ങളെ അഹങ്കാരത്തിൻ്റെ ആയുധങ്ങളാക്കി മാറ്റിയ ഒരു ജനതയെക്കുറിച്ചാണ് ഈ കഥ. ഒരേയൊരു ദൈവമോ? ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കാനോ? ഹഹാ, സ്വാലിഹിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അവനൊരു കോമാളിയായി മാറിയിരിക്കുന്നു. അവർക്ക് സന്മാർഗം എന്നത് ഒരു അപമാനമായിരുന്നു. സത്യം അവർക്ക് പിൻപറ്റാനുള്ള ഒന്നായിരുന്നില്ല, മറിച്ച് ചിരിച്ചു തള്ളാനും പരിഹസിക്കാനുമുള്ള ഒന്നായിരുന്നു. അവൻ പറയുന്നത് കേൾക്കൂ, ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു അത്രേ. എന്ത് വിഡ്ഢിത്തമാണ് അവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആകാശം നിശബ്ദമായിരുന്നില്ല. അവർ അത് തിരിച്ചറിയുന്നതിന് വളരെ മുമ്പ് തന്നെ മുന്നറിയിപ്പുകൾ ഇറങ്ങി തുടങ്ങിയിരുന്നു. ഇന്ന് മദായിൻ സ്വാലിഹിലെ അവശിഷ്ടങ്ങൾ കാണാൻ ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഫോട്ടോകൾ എടുക്കുന്നു, ആ മതിലുകളിൽ തൊടുന്നു. വാവ്, ഈ പാറകളിലെ കൊത്തുപണികൾ നോക്കൂ. ഇവിടെ ജീവിച്ചിരുന്നവർ വളരെയധികം പ്രതിഭാശാലികളായിരുന്നു. എത്ര മനോഹരമാണ് ഈ കൊത്തുപണികൾ എന്ന് അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ സൗന്ദര്യം മാത്രമേ കാണുന്നുള്ളൂ. ആ ശവപ്പറമ്പ് അവർ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നത് നമ്മെ വിലക്കിയിട്ടുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അഹങ്കാരത്തിൻ്റെ ചീട്ടുകൊട്ടാരങ്ങൾ തകർന്നടിഞ്ഞതിൻ്റെ അടയാളങ്ങൾ ഇന്നും ആ താഴ്വരയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ധിക്കാരികൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയുടെ പ്രതിനിധികൾ ഇന്നും അവിടം പ്രകമ്പനം കൊള്ളുന്നു. ആ പ്രതിധ്വനികൾക്ക് ഇന്നും അവിടം ഇടമുണ്ട്. പ്രവാചക ദൗത്യങ്ങളോട് മുഖം തിരിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്ത ജനതയ്ക്ക് അല്ലാഹു നൽകിയ ശിക്ഷ അത്രമേൽ ഗൗരവമേറിയതായിരുന്നു. അവരുടെ അവസ്ഥകളെങ്കിലും നമുക്ക് ഗുണപാഠമാകേണ്ടതുണ്ട്. ആരായിരുന്നു സമൂദ് ഗോത്രം? എന്തുകൊണ്ടാണ് അല്ലാഹു തീമഴയ്ക്ക് പകരം ഒരു തണുത്ത പാറയിൽ നിന്ന് ജീവനുള്ള ഒരു പെണ്ണൊട്ടകത്തെ അവർക്ക് അത്ഭുതമായി നൽകിയത്? എന്തിനാണ് അല്ലാഹു അവരെ ശിക്ഷിച്ചത്? സമൂദ് ഗോത്രത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് അഹങ്കാരം അതിൻ്റെ കൊടുമുടിയിലെത്തിയ ഒരു കാലത്താണ്. അൽ-ഹിജ്റിലെ താഴ്വരയിൽ സൂര്യൻ ഉദിച്ച ഒരു പ്രഭാതം. ഒളികൾ പാറകളിൽ തട്ടുന്ന ശബ്ദം, സ്വർണ്ണമണൽ പോലെ വായുവിൽ പറക്കുന്ന പൊടിപടലങ്ങൾ. പെട്ടെന്നാണ് ആ ശബ്ദം താഴ്വരയിൽ മുഴങ്ങിയത്. ഓ എൻ്റെ ജനങ്ങളെ, അതൊരു കച്ചവടക്കാരൻ്റെയോ ഭരണാധികാരിയുടെയോ ശബ്ദമായിരുന്നില്ല. താഴ്വരയെ രണ്ടായി വിഭജിക്കാൻ പോകുന്ന ഒരു മുന്നറിയിപ്പായിരുന്നു അത്. ഒളികൾ നിശ്ചലമായി. ജനങ്ങൾ മുകളിലേക്ക് നോക്കി. ഉയർന്ന ഒരു പാറപ്പുറത്ത് അവിടെ നിൽക്കുന്നു സ്വാലിഹ്. അതെ, അവർ സ്നേഹിച്ചിരുന്ന, അവർ വിശ്വസിച്ചിരുന്ന, നാളെ തങ്ങളെ നയിക്കുമെന്ന് അവർ കരുതിയിരുന്ന അതേ സ്വാലിഹ്. എൻ്റെ ജനങ്ങളെ, ഞാൻ പറയുന്നതിന് മുൻപ് എനിക്ക് നിങ്ങൾ മറുപടി നൽകുക. ഞാൻ നിങ്ങൾക്കിടയിലല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്ന, നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആളായിരുന്നില്ലേ ഞാൻ? അവർ പറഞ്ഞു, അതേ സ്വാലിഹ്, നീ ഞങ്ങളുടെ പ്രതീക്ഷയായിരുന്നു. നാളുകളിൽ ഞങ്ങളെ നയിക്കാനുള്ള നേതാവാണ് നീ. ആ നിമിഷം ആ താഴ്വരയിലെ വായു മാറിമറിഞ്ഞു. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സത്യം വിളിച്ചു പറഞ്ഞു.
എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പിതാക്കളുടെ ദൈവങ്ങളെ ഒഴിവാക്കുക. ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ദൈവമില്ല. ആ വാക്കുകൾ പുറത്തു വന്ന നിമിഷം ഭയാനകമായ ഒരു നിശബ്ദത അവിടെ തളം കെട്ടി. പിന്നെ അത് പൊട്ടിത്തെറിച്ചു. ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവങ്ങളെ അപമാനിക്കാനാണോ നീ ഇവിടെ വന്നത്? ആ ദിവസം മുതൽ അവരുടെ പ്രതീക്ഷയും ഭാവിയുടെ നേതാവുമായിരുന്ന സ്വാലിഹ് സമൂദ് ഗോത്രത്തിൻ്റെ ശത്രുവായി മാറുന്നു. തങ്ങളുടെ ആജീവനാന്ത എതിരാളിയായി അവർ സ്വാലിഹിനെ പ്രഖ്യാപിക്കുന്നു. ഏകദൈവത്തോടും സ്വാലിഹിൻ്റെ മതത്തോടുമുള്ള എതിർപ്പ് അവർ ബാഹ്യമായി തന്നെ പ്രകടിപ്പിച്ചു തുടങ്ങുന്നു. അത് കൂടുതൽ അക്രമാസക്തവും അപകടകരവുമായി വളർന്നു പന്തലിക്കുന്നു. തങ്ങളുടെ അഹങ്കാരം സ്വാലിഹിൻ്റെ മതത്തോട് ഒരു മമത പോലും കാണിക്കാൻ അവരോ സമ്മതിച്ചില്ല. സ്വാലിഹ് നബിയെ തന്നെ പല വിധേന എതിർക്കാനും ആക്രമിക്കാനും അവർ ശ്രമങ്ങൾ നടത്തി. എല്ലാ പ്രവാചകന്മാരെയും പോലെ നിരവധിയായ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വാലിഹ് നബിക്കും. ദൈവദൂതന്മാർക്ക് അള്ളാഹു നൽകിയ പ്രത്യേക അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. അള്ളാഹു അവരെ ആദ്യ ദിവസം തന്നെ നശിപ്പിച്ചില്ല. ആകാശം പിളർന്നില്ല, ഭൂമി അവരെ വിഴുങ്ങിയതുമില്ല. കാരണം സന്മാർഗം ഒരിക്കലും അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല. അത് വീണ്ടും വീണ്ടും പ്രവാചകന്മാരിലൂടെ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. എന്നാൽ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു കൊണ്ടിരുന്നു. തെരുവുകളിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. മുസ്തക്ബിറൂൻ അഥവാ അഹങ്കാരികളായ പ്രമാണിമാർ ഒരു വശത്തും മുസ്തദഅഫൂൻ അഥവാ ദുർബലരായ സാധാരണക്കാർ മറുവശത്തുമായി ജനങ്ങൾ വിഭജിക്കപ്പെട്ടു. ഒടുവിൽ പ്രമാണിമാർ തീരുമാനിച്ചു, സ്വാലിഹിനെ എന്നേക്കുമായി ഒതുക്കണം. അവർ അദ്ദേഹത്തെ ഒരു ജനക്കൂട്ടത്തിന് നടുവിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നു. അവർ അല്ലാഹുവെ പരിഹസിക്കുകയായിരുന്നു. അഹങ്കാരിയായ ഒരു കാരണവർ മുന്നോട്ട് വന്ന് പറഞ്ഞു, നിന്റെ ദൈവം സത്യമാണെങ്കിൽ ആ കാണുന്ന തണുത്ത ഉറച്ച നിർജീവമായ പാറയിൽ നിന്ന് ഒരു പെണ്ണൊട്ടകത്തെ പറഞ്ഞു കൊണ്ടുവരാൻ നീ അല്ലാഹുവിനോട് ആവശ്യപ്പെടുക. അയാൾ അതുകൊണ്ട് നിർത്തിയില്ല. അത് അസാധ്യമാക്കാൻ അയാൾ വ്യവസ്ഥകൾ വെച്ചു. ആ ഒട്ടകം വളരെ വലുതായിരിക്കണം, ചുവന്ന നിറമുള്ളതായിരിക്കണം. കൂടാതെ അവൾ 10 മാസം ഗർഭിണിയുമായിരിക്കണം. അതൊരു അഭ്യർത്ഥനയായിരുന്നില്ല, അതൊരു കെണിയായിരുന്നു, ഒരു വെല്ലുവിളിയായിരുന്നു. പ്രകൃതിയെയും യുക്തിയെയും യാഥാർത്ഥ്യത്തെയും വെല്ലുവിളിക്കുന്ന ഒരു അത്ഭുതത്തിനു വേണ്ടിയുള്ള തേട്ടമായിരുന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ പാറയിലേക്കും പിന്നെ ആകാശത്തേക്കും നോക്കി. അല്ലാഹു ഒരു വെല്ലുവിളി ഏറ്റെടുത്താൽ പിന്നെ അവിടെ ഒഴിവ് കഴിവുകൾക്ക് സ്ഥാനമില്ലെന്ന് അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നു. അത്തരമൊരു സംഭവം അസംഭവവും അസാധ്യവുമാണെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാലിഹിനോട് ആ ഒരാവശ്യം അവർ ഉന്നയിച്ചത്. പൂർണ്ണമായും പരാജയപ്പെടുത്തുകയും തകർക്കുകയുമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ സ്വാലിഹ് നബിയുടെ അജയ്യമായ അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിൻ്റെ കഴിവുകളുടെ അപാരതയും അവർക്കറിയുമായിരുന്നില്ല. പ്രപഞ്ച നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന വാഗ്ദാനങ്ങൾ ആവശ്യപ്പെട്ട അവർക്ക് പ്രാപഞ്ചിക നിയമങ്ങളെ തന്നെ നിർമ്മിച്ച അള്ളാഹുവിൻ്റെ അനന്തമായ കഴിവുകളെക്കുറിച്ച് വാചാലമാകുന്നതിന് പകരം സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. മനുഷ്യയുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത ഈ ഒരാവശ്യം യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഞങ്ങൾ നിന്റെ മതത്തെയും നിന്നെയും വിശ്വസിക്കുമെന്നതായിരുന്നു അവരുടെ കരാറിലെ നിബന്ധന. ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം ഇത്തരമൊരു വെല്ലുവിളി സ്വാലിഹ് നബി അലൈഹിസ്സലാം സ്വീകരിച്ചു.
അതിന് തൻ്റെ അള്ളാഹു പൂർണ്ണമായും സഹായിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. താഴ്വര നിശബ്ദമായി. പ്രപഞ്ചം തന്നെ ശ്വാസമടക്കിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ. സ്വാലിഹ് നബി അലൈഹിസ്സലാം പാറയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു പ്രവാചകനും തൻ്റെ രക്ഷിതാവിനും ഇടയിലുള്ള മന്ത്രിക്കുന്ന പ്രാർത്ഥന. ജനങ്ങളാലും ഉപദ്രവിക്കപ്പെട്ട ആ ദൈവദൂതൻ്റെ പ്രാർത്ഥന അള്ളാഹു എങ്ങനെ സ്വീകരിക്കാതിരിക്കും? അഹങ്കാരികളായ തൻ്റെ ജനത ആ വെല്ലുവിളിയെ സ്വാലിഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന് സമർപ്പിച്ചു. തൻ്റെ രക്ഷിതാവുമായുള്ള ദീർഘനേരത്തെ തേട്ടത്തിനൊടുവിൽ അള്ളാഹു സ്വാലിഹ് നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു. പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന അത്ഭുത സിദ്ധികൾ മുഅ്ജിസത്തായി സ്വാലിഹ് നബിയുടെ കരങ്ങളിലൂടെ പുറത്തു വരികയായിരുന്നു. അസാധാരണമായ സംഭവങ്ങൾ അതുകൊണ്ടുവന്ന പ്രവാചകൻ്റെ അനിഷേധ്യമായ ദൈവിക ശക്തിയെയും അസാധാരണമായ വ്യക്തിത്വത്തെയും സൂചിപ്പിക്കുന്നതായിരുന്നു. സമൂദ് ഗോത്രത്തിൻ്റെ ആവശ്യം അള്ളാഹു കേൾക്കുകയും സ്വാലിഹ് നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്തു. ആ കൂറ്റൻ പാറ പൊട്ടിപ്പിളരാൻ തുടങ്ങി. വിള്ളലുകൾ വലുതായി. ചെവികളെക്കാൾ ഹൃദയത്തെ നടുക്കുന്ന ഭയാനകമായ ശബ്ദം. ജനങ്ങൾ പിറകോട്ട് മാറി. പൊടിപടലങ്ങൾക്കിടയിലൂടെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ചാരനിറമുള്ള, പാറകൾക്കിടയിൽ ചുവന്ന രോമമുള്ള ഭീമാകാരമായ ഒരു ജീവി. അത് ജീവനുള്ളതാണ്. പർവ്വതത്തിൻ്റെ തണുത്ത നിർജീവമായ ഹൃദയത്തിൽ നിന്ന് ജീവനുള്ള ഒരു പെണ്ണൊട്ടകം പുറത്തേക്ക് വന്നു. അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ വലിയത്, ചുവന്നത്, 10 മാസം ഗർഭിണിയായത്. അവളുടെ കണ്ണുകൾ ഈ ലോകത്തുള്ള ഒരു ജീവിയുടേതായിരുന്നില്ല. അള്ളാഹുവിൻ്റെ സ്പർശനമേറ്റ ഒട്ടകത്തെ പോലെ. ഓ എൻ്റെ ജനങ്ങളെ, ഇതാ അള്ളാഹുവിൻ്റെ ഒട്ടകം, ഹാദിഹി നാക്കത്തുള്ള, നിങ്ങൾക്കുള്ള ഒരു ദൃഷ്ടാന്തമാണിത്. പ്രപഞ്ച നിയമങ്ങളെ ഭേദിച്ചുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ നിങ്ങൾക്കുള്ള സമ്മാനമാണിത്. ഇതിലൂടെ നിങ്ങൾ അള്ളാഹു എന്ന ഏകനായ ദൈവത്തെ തിരിച്ചറിയുക, അവനിലേക്ക് മടങ്ങുക. നിങ്ങളുടെ അഹങ്കാരവും അഹന്തയും ഈ ദൈവിക ദൃഷ്ടാന്തത്തെ അംഗീകരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിറകോട്ടടുപ്പിക്കാതിരിക്കട്ടെ. നിശ്ചയമായും ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. ഇനിയും ഈ അത്ഭുതത്തെ നിങ്ങൾ പുച്ഛിക്കുകയോ അവമതിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കുകയും സർവശക്തനും സർവഗുണമേന്മകൾക്കും ഉടമയായ ഏകദൈവത്തെ ആരാധിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അവൾക്ക് കുടിക്കാനൊരു ദിവസവും നിങ്ങൾക്ക് കുടിക്കാൻ മറ്റൊരു ദിവസവും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, കാരണം അത് അള്ളാഹുവിൻ്റെ സമ്മാനമാകുന്നു. നിങ്ങൾ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ കഠിനമായ ശിക്ഷ നിങ്ങളെ പിടികൂടും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിരുത്തരവാദപരമായോ സമീപിച്ചാൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഒട്ടകം അവരുടെ പ്രധാന ഉറവയിൽ നിന്ന് ഒരു ദിവസം മുഴുവൻ വെള്ളം കുടിച്ചു. എന്നാൽ പകരമായി അവൾ തൻ്റെ പാലിലൂടെ ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകി. എന്നിട്ടും അഹങ്കാരികളുടെ ഉള്ളിലെ ഇരുട്ട് മാറിയില്ല. അവരുടെ അംഗീകാരം അതിന് ലഭിച്ചില്ല. അവരുടെ അധികാരം നഷ്ടപ്പെടുമെന്ന് ഭയന്ന പ്രമാണിമാർ ഒരിക്കലും സ്വാലിഹിൻ്റെ മതത്തെ അംഗീകരിച്ചില്ല. നിരന്തരം സ്വാലിഹ് നബിയുടെ മതത്തെ വിമർശിച്ചും ജനമത്തെ പരിഹസിച്ചും അവർ സ്വാലിഹ് നബിയെ പ്രയാസപ്പെടുത്തി. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ഒട്ടകത്തെ അവർ വധിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ 9 അഴിമതിക്കാരായ പ്രമാണിമാർ
ആ രാത്രിയിൽ ഒത്തുകൂടി. സ്വാലിഹിൻ്റെ ഒട്ടകത്തെ വധിക്കാനായിരുന്നു അവരുടെ പദ്ധതി. അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമാകുമെന്ന് അവർ ആലോചിച്ചതേയില്ല. അവരിലെ ഏറ്റവും ക്രൂരനായ ഖുദാർ ബിൻ സാലിഫ് ആ ഒട്ടകത്തെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. വാളുകൾ മിന്നിത്തിളങ്ങി. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായ ആ ജീവി ചോരയിൽ കുളിച്ച് നിലം പതിച്ചു. വീഴുമ്പോഴും അവരുടെ കണ്ണുകൾ തൻ്റെ കുഞ്ഞിനെയാണ് തിരഞ്ഞുകൊണ്ടിരുന്നത്. ഭയന്നു വിറച്ച ആ ഒട്ടകക്കുട്ടി പർവ്വതത്തിലേക്ക് ഓടിക്കയറി. അത് 3 തവണ ഉറക്കെ കരഞ്ഞു. ആ 3 കരച്ചിലുകൾ സമൂദ് ഗോത്രത്തിന് അവശേഷിച്ചിരുന്ന 3 ദിവസങ്ങളുടെ പ്രതിധ്വനിയായിരുന്നു അത്. ഒട്ടകത്തെ കൊന്നതിൽ അവർ ആഹ്ലാദിച്ചു. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കുടുംബത്തെയും കൊല്ലാൻ അവർ പദ്ധതിയിട്ടു. പക്ഷേ അള്ളാഹുവിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ആദ്യത്തെ ദിവസം അവരുടെ മുഖങ്ങൾ മഞ്ഞ നിറമായി. ഭയം അവരെ ഗ്രസിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തെ ദിവസം മുഖങ്ങൾ രക്തത്തിൽ കുളിച്ചതുപോലെ ചുവന്നു തുടുത്തു. മൂന്നാമത്തെ ദിവസം പ്രഭാതമായപ്പോൾ തീ പിടിച്ചതുപോലെ അവരുടെ മുഖങ്ങൾ കറുത്തിരുണ്ടു. 3 ദിവസങ്ങൾ പിന്നിട്ടു. സൂര്യൻ അൽ-ഹിജ്റിനു മുകളിൽ ഉദിച്ചു. പക്ഷേ അന്ന് ആ താഴ്വര ഉണർന്നില്ല. ആകാശം ചലിക്കാൻ വിസമ്മതിക്കുന്നത് പോലെ ഒരു ശ്മശാന മൂകത സമൂദ് ഗോത്രത്തിൽ പിടിപെട്ടിരുന്നു. ഖുർആൻ അതിനെ അസ്വൈഹ എന്ന് വിളിക്കുന്നു. ഒരു മഹാശബ്ദമായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കിൻ്റെ ഒറ്റ അലർച്ചയിൽ അവരുടെ ഹൃദയങ്ങൾ പൊട്ടിത്തെറിച്ചു. അവർക്ക് ഓടാനോ തിരിച്ചു വിളിക്കാനോ സമയം ലഭിച്ചില്ല. ഖുർആൻ പറയുന്നു, അവർ തങ്ങളുടെ വീടുകളിൽ കമിഴ്ന്നടിച്ച് കിടക്കുന്നവരായി ജാസിമീനുകളായി മാറി. പർവ്വതങ്ങൾ തുരന്ന് കൊട്ടാരങ്ങൾ പണിത അഹങ്കാരികളായ ആ ജനത വെറും പൊടിപടലമായി മാറി. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും വിശ്വാസികളും ആ അവശിഷ്ടങ്ങളിൽ നിന്ന് നടന്നു നീങ്ങി. പോകുന്നതിന് മുൻപ് അദ്ദേഹം അവസാനമായി ഒരിക്കൽ കൂടി ആ ജനതയിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: ഓ എൻ്റെ ജനങ്ങളെ, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നു. ഞാൻ നിങ്ങളെ ഉപദേശിച്ചു. പക്ഷേ നിങ്ങൾ ഉപദേശിക്കുന്നവരെ ഇഷ്ടപ്പെട്ടില്ല. എന്നെ നിങ്ങൾ അംഗീകരിച്ചില്ല. ഭൂമിയെ കൊത്തിയെടുക്കാൻ ശ്രമിച്ച അതിന് കഴിവുണ്ടായിരുന്ന സമൂദ് ഗോത്രത്തിന് അള്ളാഹുവിൻ്റെ ഒരു ചെറിയ ശബ്ദത്തെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. ചരിത്രം വെറും കഥകളല്ല, അത് എക്കാലത്തേക്കുമുള്ള മുന്നറിയിപ്പുകളാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.